സുർജിത്ത്, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇത് നമ്മളെ ഏറ്റവും അധികം പ്രതീക്ഷ നൽകിയ ഒരു കാര്യം ശ്വാസത്തിൻ്റെ സിഗ്നൽ, ശ്വസിക്കുന്നതിൻ്റെ സൂചനയായി വരുന്ന സിഗ്നൽ, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു മനുഷ്യൻ്റെയോ മനുഷ്യ ശരീരത്തിൻ്റെയോ അതല്ലെങ്കിൽ പശു പോലെയുള്ള ഒരു വലിയ ജീവിയുടേതെയോ ശ്വസന രീതിയാണ് ഈ സിഗ്നലിൽ പ്രതിഫലിച്ചതെന്നാണല്ലോ. അപ്പോൾ ഇപ്പോൾ തിരച്ചിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ഇനി അതൊരു അതിലിനി കൂടുതൽ പരിശോധിച്ചിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണോ, പരിശോധന എന്നത് നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണ് എന്നതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് ശ്വാസത്തിൻ്റെ സിഗ്നൽ കിട്ടിയിട്ടും ഈ ഘട്ടത്തിൽ പരിശോധന അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത്? ഹലോ സുർജിത്ത്, നിലവിൽ ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കി. ഇനി രക്ഷാപ്രവർത്തക സംഘം മാത്രമാണ് ഇവിടെ ശേഷിക്കുന്നത്. അത് ഏതാനും പേർ മാത്രമാണ്. യന്ത്രങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. കാരണം ഇന്നത്തെ പരിശോധന എത്രത്തോളം ഈ ഉദ്യോഗസ്ഥൻ പറയുന്ന വാദം അനുസരിച്ചാണെങ്കിൽ അത് 0.7 എന്നുള്ള ഒരു കണക്ക് മാത്രമാണ് ഉള്ളത്. ഒരു 0.7 എന്നുള്ള കണക്ക് മാത്രമാണ് ഉള്ളത്. ആ തരത്തിൽ ഈ ആളുകളുടെ അതായത് ഇവിടെ ഏതാനും രക്ഷാപ്രവർത്തകർ മാത്രം ശേഷിക്കുന്നുണ്ട്. അവരോട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിക്കാമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഏതാനും രക്ഷാപ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ശേഷിക്കുന്നത്. മറ്റാരും ഇവിടെ ഇല്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും ഇവരുടെ പ്രതികരണം കൂടി, എന്താണ് കണ്ടെത്തിയത്, എന്താണ് നടന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ തന്നെ പറയും. അവരിലേക്ക് ഒന്ന് പോകാം. എന്താണ് ഇന്ന് നടന്നിട്ടുള്ളത്? ഇവിടെ ഇപ്പോൾ ഒരു ജീവന്റെ തുടിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് വീണ്ടും ഞങ്ങൾ താഴത്തായിരുന്നു. പിന്നെ ഏകദേശം ഇന്ന് ഇവിടെ കിട്ടിയ ബോഡികളിൽ ഒരു 7 ബോഡി ഞങ്ങളാണ് എടുത്തത്. താഴത്ത് വെള്ളർമല സ്കൂളിന്റെ ബാക്കിൽ നിന്ന് 7 ബോഡി, ഒരു കുട്ടീന്റെ ബോഡി അടക്കം 7 ബോഡി ഞങ്ങളാണ് എടുത്തത്. നമ്മുടെ ടീമായിട്ടുള്ളവരാണ് എടുത്തത്. ഇവിടെ ജീവന്റെ തുടിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കയറി ഞങ്ങൾ പരമാവധി ആ പാലത്തിനടിയിലും ബന്ധപ്പെട്ട ഇപ്പോൾ ഈ ശ്വാസത്തിന്റെ സൂചനകൾ വരുന്നു എന്ന സിഗ്നൽ ലഭിച്ചതിനെ തുടർന്നാണ് കുറെ കൂടി ഊർജിതമായി മുണ്ടക്കൈയിലെ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിലേക്ക് പരിശോധന നീണ്ടത്. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായി പരിശോധന അവസാനിപ്പിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ ആ സംഘമായി അവിടെ ഉള്ളത്. ഒരു തെർമൽ സ്കാനിങ്ങിലൂടെ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വളരെ വലിയ പ്രതീക്ഷയോടുകൂടി മുണ്ടക്കൈയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അവിടെ നിന്ന് 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജീവന്റെ തുടിപ്പുണ്ട് എന്ന സൂചനകൾ വന്നത് വലിയ ആശ്വാസവും പ്രതീക്ഷയുമായിരുന്നു. നമുക്ക് പ്രതികരണങ്ങൾ കാണാം. വെള്ളർമല സ്കൂളിന്റെ ബാക്കിൽ നിന്ന് 7 ബോഡി, ഒരു കുട്ടീന്റെ ബോഡി അടക്കം 7 ബോഡി ഞങ്ങളാണ് എടുത്തത്. നമ്മുടെ ടീമായിട്ടുള്ളവരാണ് എടുത്തത്. പിന്നെ ഇവിടെ ജീവന്റെ തുടിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കയറി ഞങ്ങൾ പരമാവധി ആ പാലത്തിന്റെ അടിയിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ രക്ഷാപ്രവർത്തകരും അവന്റെ കൈയടക്കം അത്ര റിസ്കി എടുത്തിട്ട് പോലും നമ്മൾ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളിലേക്ക്. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പം ഈ നാട്ടിലുള്ള ഒരാളെന്നെ, അപ്പോൾ അവന്റെ നമ്മളൊരു സുഹൃത്തായിട്ടുള്ള ഒരാളെന്നെ, അവന്റെ ഭാര്യയും അവന് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് അവിടെ ഞങ്ങൾ തപ്പിയത്. പക്ഷെ പ്രതീക്ഷ ഒന്നും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നാളെ ഇവരെ റഡാർ സംവിധാനത്തിൽ വേറെ എന്താണോ ജീവന്റെ തുടിപ്പ് എന്ന് ഇനി പ്രതീക്ഷകൾക്ക് നമുക്ക് അപ്പുറമാണ്. പക്ഷേ എന്തായാലും ബാക്കി എന്തെങ്കിലും കിട്ടുകയാണെങ്കിലോ എന്ന പ്രതീക്ഷ. ബാക്കി മേജറായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ നാളെ ഇവിടെ ഈ ഭാഗത്ത് അവർ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നാളെ നമുക്ക് പ്രതീക്ഷയിൽ നാളെ തീർച്ചയായിട്ടും ഞങ്ങൾ ടീമായിട്ട് തന്നെ ഞങ്ങൾ എത്തുന്നതായിരിക്കും. എന്തായാലും രക്ഷാപ്രവർത്തക സംഘം ഇവിടെ ഒന്നൊന്നായി മടങ്ങി. ഇവിടം ശൂന്യമായിരിക്കുന്നു. കാരണം ആ രക്ഷാപ്രവർത്തന നടപടികൾ ഇപ്പോൾ നിലവിൽ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരും ഇവിടെ ഒന്ന് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഏതാനും പേർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ശേഷിക്കുന്നത്. പൂർണ്ണമായും ആളുകൾ മടങ്ങി, യന്ത്രങ്ങൾ മടങ്ങി, ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം ഇനി ഏതാനും പേർ മാത്രം, അതിനപ്പുറത്തേക്ക് യന്ത്രങ്ങളില്ല, സൈനികരില്ല, പോലീസില്ല, ഉദ്യോഗസ്ഥരില്ല, ആരുമില്ല. പക്ഷേ 0.7 എന്നുള്ള ഒരു കണക്കിൽ സിഗ്നൽ വേരിയേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ സിഗ്നൽ വേരിയേഷന്റെ കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തത വരേണ്ടത്. അത് എന്താണ് എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു തെരച്ചിൽ എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് അറിയില്ല. കാരണം അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ എന്താകും എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. പൂർണ്ണമായും പരിശോധന പൂർത്തിയാക്കുന്ന അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. ശരി, ഈ GPR സംവിധാനത്തിൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറിലാണ് ഇവിടെ ജീവന്റെ തുടിപ്പുണ്ട് എന്ന സിഗ്നലുകൾ വന്നത്. അതിനെ തുടർന്ന് വലിയ പ്രതീക്ഷയിലാണ് മുണ്ടക്കയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലേക്കുള്ള പരിശോധന തുടങ്ങിവെച്ചത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് ഒരുപക്ഷെ അതൊരു മനുഷ്യ ജീവൻ തന്നെ ആകണമെന്ന നിർബന്ധമില്ല. അത് പശുവിനെ പോലെ ഒരു വലിയ മൃഗം ആയിരിക്കാം എന്ന ഒരു സൂചന എന്നാണ് കരുതുന്നത്. ഏതായാലും നിലവിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഏതായാലും ശ്വസനത്തിൻ്റെ സിഗ്നൽ വന്ന സാഹചര്യത്തിൽ എന്താണ് ഈ കോൺക്രീറ്റ് പാളികൾക്കടിയിൽ
കുടുങ്ങിക്കിടക്കുന്നത് എന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തകർ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. സുർജിത്ത്, ഇന്ന് ഇപ്പോൾ ഈ പരിശോധന അവസാനിപ്പിക്കാം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? എസ് വിജയകുമാറും ചേരുന്നുണ്ട്. വിജയകുമാർ, ഈ GPRുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇപ്പോൾ അവസാനിപ്പിച്ചവരൊക്കെ മടങ്ങുന്നത് എന്തുകൊണ്ടാണ്? വേണു, ഇതിൽ നമ്മളെ അത്ഭുതം എന്ന് നമുക്ക് തോന്നുന്നത് ഒരു പ്രത്യേക ലൊക്കേഷനിൽ വലിയ ആഴത്തിലല്ലാതെ ഒരു ജീവനുള്ള വസ്തുവിൻ്റെ ശ്വാസോച്ഛ്വാസം, ബ്രീത്തിങ്ങും അതിൻ്റെ മൂവ്മെൻറ്റും കണ്ടെത്തിയിട്ട് ആ സ്ഥലത്ത് പരിശോധനയ്ക്ക് എന്താണ് തടസ്സം എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. അക്കാര്യത്തിൽ ആ പരിശോധന നടത്തുന്ന ഏജൻസി തന്നെ, അതിപ്പോൾ ആർമിയോ പോലീസോ മറ്റേതാണ് അവിടെ റെസ്ക്യൂവിന് നിയോഗിക്കപ്പെട്ട സംഘം, അവർ തന്നെയാണ് അത് വിശദീകരിക്കേണ്ടത്. എന്താണ് അവിടുത്തെ തടസ്സം എന്നത്. ഇത് നേരത്തെ പറഞ്ഞതിനേക്കാൾ, അതായത് തെർമൽ സ്കാനിങ്ങിനേക്കാൾ കുറെ കൂടി അക്യുറേറ്റായ റിസൾട്ട് കിട്ടുന്നതാണ് ഈ റഡാർ സംവിധാനത്തിലൂടെയുള്ള മൂവ്മെൻറ്റ് അളക്കുന്ന സംവിധാനം. അതിൽ രണ്ട് തരത്തിലാണ്. ഒന്ന്, ആ മണ്ണിനടിയിലുള്ള വസ്തു ശ്വാസോച്ഛ്വാസം എടുക്കുന്നുണ്ടോ എന്നതൊന്ന്, മറ്റൊന്ന് അതിന് മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. ഇവിടെ ഈ പർട്ടിക്കുലർ ലൊക്കേഷനിൽ കിട്ടിയിരിക്കുന്നത് അതിൽ ശ്വാസോച്ഛ്വാസമുണ്ട് എന്ന് വെച്ചാൽ നിശ്വാസവായു പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് അദ്ദേഹം ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞത് ഒരു പക്ഷേ വല്ല എയർ ഹോളോ മറ്റോ ഉള്ള ഒരു സ്ഥലത്താണ് ഇത് വീണത് എങ്കിൽ, ഇതിൽ അകപ്പെട്ടത് എങ്കിൽ ആ എയർ ഹോളിലൂടെ ഓക്സിജൻ, ശുദ്ധവായു അകത്തേക്ക് കയറിയാൽ ഒരു ജീവനുള്ള വസ്തുവിന് അത് ശ്വസിക്കാൻ കഴിയും എന്നതാണ്. അപ്പോൾ അങ്ങനെ ശ്വസിക്കാൻ കഴിയുന്നതാണെങ്കിൽ ജീവൻ നിലനിൽക്കും എന്നാണ് അവർ പറയുന്നത്. അതിന് നൽകുന്ന ശാസ്ത്രീയ അടിത്തറയും അതുതന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു കണ്ടെത്തലാണ് അവർ നടത്തിയിരിക്കുന്ന റഡാർ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്, അത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഏറെക്കുറെ ഇത്രയും അക്യുറേറ്റായി കിട്ടിയിട്ടും എന്തുകൊണ്ട് അവിടെ ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ തിരയാൻ കഴിയുന്നില്ല എന്ന ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. അതിന് ഔദ്യോഗികമായൊരു വിശദീകരണം തന്നെയാണ് വരേണ്ടത്. ഇതുവരെ അത് വന്നിട്ടില്ല. ഈ ആദ്യം കേട്ടത് ഈ മണ്ണുമാന്തി യന്ത്രമടക്കമുള്ളവ അവിടെ നിന്ന് നേരത്തെ കൊണ്ടുപോയി എന്നതാണ്. അപ്പോൾ അത് അവിടെ എത്താൻ അധിക സമയമൊന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എത്രയോ എണ്ണം അവിടുത്തെ ജോലി കഴിഞ്ഞ് ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്നിനെ അവിടേക്ക് വിളിച്ചാൽ ഏതാനും ഒരു അരമണിക്കൂർ പോലും വേണ്ട അവിടെ എത്താൻ. അപ്പോൾ അതിനെത്താവുന്നതേ ഉള്ളൂ. ഇനി മറ്റെന്തെങ്കിലും മാൻ പവർ ആണെങ്കിൽ അതിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പോൾ എന്താണ് എന്നതിൽ ഒരു ഔദ്യോഗിക വിശദീകരണം വരേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ റഡാർ പരിശോധനാ സംഘം പറഞ്ഞത് അവരുടെ ജോലി അവിടെ കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ ജോലി കഴിഞ്ഞു. ഇനി അടുത്തത് അവിടെ റെസ്ക്യൂ നടത്തേണ്ട ഏജൻസി ഏതാണോ അവരാണത് ചെയ്യേണ്ടത്. അത് ആർമിയാണോ മറ്റേതെങ്കിലും ഏജൻസിയാണോ എന്ന് നമുക്കറിയില്ല. അതാരാണെങ്കിലും അടിയന്തരമായി പൂർത്തിയാക്കുകയും അതിലൊരു വ്യക്തത വരുത്തുകയും ജീവൻ്റെ ചെറിയ തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായി വൈദ്യസഹായം നൽകുകയും വേണ്ടതാണ്. അപ്പോൾ അത് ഇനി വൈകുന്നത് ആ തുടിപ്പിൻ്റെ അകത്തുള്ള ആ മണ്ണിനടിയിലുള്ള തുടിപ്പിന് ഇനി എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും, 5 ദിവസം ആകുമ്പോഴേക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു ജീവനുള്ള വസ്തു, അതിപ്പോൾ ഒരു മനുഷ്യൻ തന്നെ ആവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ജീവൻ. വിജയകുമാർ, ഒരൊറ്റ നിമിഷം ഞാൻ വരാം. മനോജ് മട്ടാഞ്ചേരി എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മനോജ്, താങ്കൾ ഇവിടെ ഈ പരിശോധന നടക്കുന്ന ഇടത്തുണ്ടായിരുന്നു? അതെ ഉണ്ടായിരുന്നു. അത് ഈ GPR ഉപയോഗിച്ചാണോ ഇത് മനസ്സിലാക്കിയത് ജീവന്റെ തുടിപ്പുണ്ടെന്ന്? അതെ, അങ്ങനെ ഒരു പരിശോധന നടത്തിയെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒരു 2 മണിക്കൂറോളം പരിശോധിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു സാധ്യതയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. അല്ല, അപ്പൊ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണ് അവിടെ പരിശോധിക്കാൻ തുടങ്ങിയത്? അല്ല, അവിടെ റഡാറിന്റെ പരിശോധനയിൽ അത്തരത്തിലൊരു സാധ്യത ഒരു മനുഷ്യ സാന്നിധ്യം പോലെ കാണുന്നു എന്ന് മാത്രമേ പറഞ്ഞോളൂ. പക്ഷെ അത് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല. ഈ മനുഷ്യ സാന്നിധ്യം ഉണ്ട് എന്ന് കരുതുന്ന ഇടം കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഏകദേശം അത് മൊത്തത്തില് നമുക്കൊരു വല്ലാത്തൊരു കണ്ടീഷനിലാണ് ആ പ്രദേശത്തിന്റെ ഒരു അവസ്ഥ. അപ്പൊ ഒരു കടയും അതിന്റെ മുകളിൽ വീടുമായിട്ടായിരുന്നു. അപ്പം അത് മൊത്തം ചെളികേറിയ ഒരു സ്ഥിതിയിലാണ് അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്ത് പരിശോധിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് അത്. എന്നാലും ശ്രീ മനോജ്, അതിന്റെ ഒരു ഏരിയ എത്രയായിരിക്കും? എത്ര ചുറ്റളവിൽ അകത്താണ് നിങ്ങളുടെ പരിശോധന? ഇതൊരു 20 മീറ്റർ ഉള്ളില്, അത്രയും ചുറ്റുള്ള 20 മീറ്ററിനുള്ളിൽ. ഒരു നിമിഷം ഒന്ന് താങ്കൾ ടെലിഫോണിൽ തുടരണം. നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനിയും ചെറിയൊരു ഭാഗം അവിടെ ഉണ്ട്. നാളെ എടുക്കാന്നാണ്
ഉദ്യോഗസ്ഥർ പറയുന്നത്. അടിസ്ഥാനത്തിൽ നീങ്ങാനേ നമുക്ക് പറ്റുമല്ലോ. പാറയും കല്ലും കടിഞ്ഞ പാറകഷ്ണങ്ങളുണ്ട്, കണ്ടില്ല നിങ്ങൾ നീക്കിയിട്ട് പാറകഷ്ണങ്ങളുണ്ട്, ചെറിയ മരക്കൊമ്പുകളുണ്ട്, വലിയ ഉത്തരങ്ങളുണ്ട്, അതേ രൂപത്തിൽ ചളിയുണ്ട്. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചിട്ട് പരിശോധന നടന്നു. ഇവിടെ ജീവന്റെ തുടിപ്പ് 7% ഇനിയുണ്ട്, അല്ല 7 എന്നുള്ള 0.7 എന്നാണ് കാണിച്ചത്. അപ്പോൾ ഇവിടെ ഇനിയുണ്ട് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ചെറിയൊരു 20% മണ്ണൂടി ഉണ്ട്. ആ മണ്ണിന്റെ ഉള്ളിൽ ഉണ്ടോയെന്നല്ല നമുക്ക് അറിയാൻ കഴിയില്ല, നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. നാളെ രാവിലെ തന്നെ തുടരുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടെ രാവിലെ തന്നെ ഉണ്ടാവും.